ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂക്ലിയസ് വിജിലൻ. അപ്പോൾ നമുക്കിന്ന് അനാട്ടമീൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അനാട്ടമീൻ്റെ ഫോർമാറ്റാണ്. അപ്പോൾ ആദ്യം നമ്മൾ എക്സാമിന് പോകുമ്പോൾ 2 പേപ്പറാണ് നമുക്കുള്ളത്, ഫിസിയോളജി അനാട്ടമി. അനാട്ടമി 38, ഫിസിയോളജി 37 മാർക്കിനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ടോട്ടല് 150 മണിക്കൂർ. നമുക്ക് ഒരു പേപ്പറിന് അപ്പോൾ 90 മിനിറ്റ് വെച്ച് കിട്ടും. അപ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു 25 to 30 മിനിറ്റ് കൊണ്ട് തീർക്കണം. ബാക്കി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒരു 12 മിനിറ്റ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ തീർക്കാം. ബാക്കി 2 മാർക്കിൻ്റെ 4 മിനിറ്റ് വെച്ച് നമുക്ക് തീർക്കാം. പിന്നെ 1 വേർഡ് ഉണ്ട്. അപ്പോൾ 1 വേർഡും എഴുതി തീർക്കാൻ നോക്കണം. തെറ്റോ ശരിയോ ഒന്നും നമുക്ക് നോക്കണ്ട, അറിയുന്നത് എഴുതാം. പിന്നെ പേപ്പർ കിട്ടുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കെയർഫുള്ളായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ എല്ലാം വായിക്കാം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും അറിയുണ്ടെങ്കിലും ഒറ്റ കോൺഫിഡൻസിൽ അങ്ങോട്ട് നിറച്ച് എഴുതാം, പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ ഈ ഫോർമാറ്റ് വെച്ചാൽ നമുക്ക് 10 മാർക്കിൻ്റെ ഇപ്പോൾ ഫോർമാറ്റിലേക്ക് കിടക്കാം. ആദ്യം ഏത് ലിസ്റ്റാണെങ്കിലും ഹെഡിങ് പക്കയായിട്ട് എഴുതാം. ഹെഡിങ് നല്ല രീതിയിൽ കുറച്ച് വെലിങ്ങനെ എഴുതാം. പിന്നെ അതിൻ്റെ അടിയിൽ അണ്ടർലൈനും ഇടാം, കുറച്ച് കാണുന്നില്ല ബേബി ഫോർമാറ്റിലോ അങ്ങനെ വേണമെങ്കിലും ഇടാം. പിന്നെ എഴുതുമ്പം എല്ലാം കുറച്ച് വലിയ രീതിയിൽ നല്ല അക്ഷരത്തിൽ എഴുതാം, കുഞ്ഞായി ചുരുക്കൽ എഴുതരുത്. അപ്പോൾ ആദ്യം നല്ല ഹെഡിങ് എഴുതാം. പിന്നെ അതിൻ്റെ താഴെ ഇൻട്രൊഡക്ഷൻ എഴുതാം. ഇൻട്രൊഡക്ഷന് ഇപ്പോൾ ഹാർട്ടാണെങ്കിൽ ഹാർട്ട് ഈസ് എ ഹോളോ മസ്കുലർ ഓർഗൻ വിച്ച് പമ്പ് ബ്ലഡ് ടു ദ ഓൾ പാർട്ട് ഓഫ് ദ ബോഡി അങ്ങനെ എഴുതാം. പിന്നെ അതിൻ്റെ അടിയിൽ ലൊക്കേഷൻ സ്ട്രക്ചറിന് എഴുതാം, അതിൻ്റെ അടിയിൽ അണ്ടർവെയർ ഇടാം. പിന്നെ അതേടെ ഹാർട്ട് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്, പിന്നെ ഹാർട്ടിൻ്റെ അപ്പുറം ഇപ്പുറം എന്താണ്, ഏതിൻ്റെ ബിറ്റ്വീലാണ് ഹാർട്ട് സ്ഥിതി ചെയ്യുന്നത്, ഹാർട്ടിൻ്റെ മുകളിലെന്ത് താഴെ എന്ത് അങ്ങനെ എഴുതാം. പിന്നെ ഹാർട്ട് എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്, കാർഡിയക് മസിൽസിനെ കൊണ്ടാണ് അങ്ങനെ എഴുതാം. പിന്നെ ഹാർട്ടിൻ്റെ ഷേപ്പ്, സൈസ്, സ്പെസിഫിസിറ്റി. ഇപ്പോൾ ഹാർട്ട് ഫിസ്റ്റുലാർ ഷേപ്പിലാണെങ്കിൽ ഫിസ്റ്റിൻ്റെ അത്ര സൈസാണ്. ഇപ്പോൾ അഡാൾട്സിനാണെങ്കിൽ ഹാർട്ട് മെയിലാണെങ്കിൽ 300 ഗ്രാമും ഫീമെയിൽസിനാണെങ്കിൽ 250 ഗ്രാമും. സ്പെസിഫിസിറ്റീൻ്റെ അടുത്ത് സർക്കുലേഷൻ അങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കാം. പിന്നെ ഡയഗ്രാം നീറ്റായിട്ട് നല്ല ഒരു 1/2 പേജ് 3/4 പേജിൻ്റെ ലെങ്ത്തിൽ നല്ല വലുപ്പത്തിൽ വരക്കാം, നീറ്റിൽ വരക്കണം. പിന്നെ ലേബിൾ കറക്റ്റായിട്ട് ചെയ്യണം, നല്ല രീതിയിൽ ലേബിൾ ചെയ്യണം. അതിനുശേഷം ആ ലേബിൾ ചെയ്തത് നമ്മൾ അതിൻ്റെ പേര് എഴുതി വെക്കുക, അതിൻ്റെ ക്ലാസിഫിക്കേഷനും പാർട്സും. ആദ്യം നമ്മൾ ലേബിൾ ചെയ്തത് പോയിൻ്റായിട്ട് എഴുതാം. എന്നിട്ടത് ഓരോന്ന് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാം. അങ്ങനെ ഒരു എഴുതുമ്പോൾ തന്നെ നമുക്കൊരു 4 പേജിൻ്റെ അടുത്താവും. പിന്നെ ബ്ലഡ് സപ്ലൈ. ഇപ്പോൾ ഹാർട്ടാണെങ്കിൽ കൊറോണറി ആർട്ടറിയാണ് മെയിനായി സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതാം. കൊറോണറി ആർട്ടറിൻ്റെ പകരം ഹാർട്ട് ഈസ് സപ്ലൈഡ് ബൈ ദി കൊറോണറി ആർട്ടറീസ് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് അങ്ങനെയെല്ലാം എഴുതാം. പിന്നെ നെർവ് സപ്ലൈ എഴുതാം. പിന്നെ ഫങ്ഷൻ ഓഫ് ദ സിസ്റ്റം, ഹാർട്ടിൻ്റെ ഫങ്ഷൻ എന്തെല്ലാമെന്ന് എഴുതാം. അതെനിക്ക് ഓരോന്നിനൊരു ഫങ്ഷൻ ആയിരിക്കും. GATൻ്റെ അതിനനുസരിച്ചുള്ള ഫങ്ഷൻ എഴുതാം, കുറച്ച് 2-3 പോയിന്റ് ആക്കിയിട്ട് എഴുതാം. പിന്നെ ഇപ്പോൾ അപ്ലൈഡ് അനാട്ടമി ഇമ്പോർട്ടൻസ്. അപ്പോൾ ചോദിച്ചിനെങ്കിൽ മാത്രം അതിന് കറക്റ്റായി പോയിന്റ് ചെയ്യാം. ഇപ്പോൾ ഗ്ലൂട്ടിയസ് മാക്സിമ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് മസിൽ, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഹിപ്പ് ബോൺ, ഇറ്റ് ഈസ് ഇഞ്ചക്ഷനിലല്ലാതെ യൂസ് ചെയ്യുന്നുണ്ട്, ഇഞ്ചക്ഷൻ ചെയ്യാനിലാണ് ആ മസിൽ യൂസ് ചെയ്യുന്നതെന്നല്ല എഴുതാം. ഭയങ്കരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മസിലാണ്, അങ്ങനെയെല്ലാം എഴുതി വെക്കാം. പിന്നെ കൺക്ലൂഷൻ നല്ലൊരു കൺക്ലൂഷൻ എഴുതി വെക്കാം, ഹാർട്ടിനെ കുറിച്ചുള്ള നല്ലൊരു കൺക്ലൂഷൻ അങ്ങനെ എഴുതി വെക്കാം. പിന്നെ ഇതെല്ലാം ഇപ്പം ഈ ഫോർമാറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ഈ ഫോർമാറ്റ് മാറ്റണം. പിന്നെ ഏകദേശം ഒരു 6 പേജിൻ്റെ അടുത്ത് എഴുതി വെച്ചാൽ നല്ലതാണ്. പിന്നെ അതെല്ലാം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഡയഗ്രാം എന്തായാലും മസ്റ്റാണ്. അനാട്ടമി എന്ന് പറഞ്ഞാൽ ഡയഗ്രാമാണ്, ഷേപ്പാണ്, അതിൻ്റെ ലൊക്കേഷനാണ്. ഇതെല്ലാം എന്തായാലും നോക്കണം. ഇപ്പോൾ ഈ തന്ന ഫോർമാറ്റിൽ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ഈ ഫോർമാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റണം. അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ കഴിവ്. അത് നിങ്ങൾ നല്ലതായിട്ട് നോക്കുക. ഗുഡ് ലക്ക്. നല്ലൊരുത്തേക്ക് എക്സാം എഴുതുക, പാസ്സാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.